മോളെന്താ എത്ര വൈകിയേ? അമ്പലത്തിൽ പോയിട്ട് വരാൻ ഇത്രയും സമയം വേണോ? അത് അമ്മേ, അമ്പലത്തില് വിശേഷാലൊരു പൂജ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വഴിപാടിന്റെ പ്രസാദം കിട്ടിയപ്പോൾ വൈകി. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. ഈ പ്രസാദം മോളെ ഇവന് തൊട്ടു കൊടുക്ക്. ഗൂഗിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? താൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചു. താൻ വന്നിട്ട് ഇറങ്ങാന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? ശരി അമ്മേ. മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം ചെന്ന് കഴിക്ക്. ആ, നല്ല വിശപ്പുണ്ട്. ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ട് വെച്ചിട്ട് വരാം. അമ്മ ഈ പ്രസാദം ഒന്ന് പൂജാമുറിയിൽ വെച്ചേക്കണേ. അമ്മേ, എന്താടി? എന്തോ ഒരു പന്തികേടുണ്ട്. അമ്മ ശ്രദ്ധിച്ചില്ലേ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. അവളുടെ ശരീരഭാഷയില് എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ബാഗില് അവൾ എന്തോ ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്ന പോലെ. നീ വെറുതെ ഓരോന്ന് പറയല്ലേ ശിശിരെ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പോലും. എടി, അവൾക്ക് മാറ്റം ഉണ്ടെന്നുള്ളത് നേരാ, പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. ഗോകുലിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ അവൾക്ക് ഗോകുലിനോടുള്ള അടുപ്പം നീ കണ്ടതല്ലേ? അവന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം ഇനി അവളായിട്ട് മാറും, നീ നോക്കിക്കോ. പിന്നെ ഐശ്വര്യം വരുന്നുണ്ട്. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇവളുടെ ഈ അമ്പലത്തിൽ പോക്കിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. നിന്റെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം. ഇങ്ങനെ പോയാ അസൂയ മൂത്ത് നിനക്ക് ഭ്രാന്താവും. ഒരു സംശയക്കാരി വന്നിരിക്കുന്നു. ഇവളുടെ ഈ അമ്പലത്തിൽ പോക്കിന് പിന്നിലെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ തൊട്ടു. എൻ്റെ അമ്മയൊന്ന് ചേർത്ത് പിടിക്കാനും അമ്മയുടെ അച്ഛമോളാണ് ഞാനെന്ന് പറയാനും എനിക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് ഒന്ന് മാപ്പ് പറയാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ ദൈവമേ.